സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പതാക ഉയർത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരേഡ് ഗവർണർ പരിശോധിച്ചു. തുടർന്ന് പരേഡുകൾ ഗവർണർക്ക് അഭിവാദ്യമർപ്പിച്ചു. വ്യോമസേനയിൽ നിന്നുള്ള വികാസ് വസിഷ്ഠിന്റെ നേതൃത്വത്തിലാണ് പരേഡുകൾ അണിനിരന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങി MLA-മാരെല്ലാവരും സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലും പതാക ഉയർത്തി. കണ്ണൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസംഗിക്കുന്നതിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് ദേഹാസ്വാസ്ഥ്യം. പ്രസംഗിച്ചുകൊണ്ടിരിക്കവേ തളർന്നു വീണു. പതാക ഉയർത്തിയതിനു ശേഷം പ്രസംഗിക്കുമ്പോഴാണ് തലകറക്കം അനുഭവപ്പെട്ടത്. കണ്ണൂർ ജില്ലാ കളക്ടറും കമ്മീഷണറും ഇടപെട്ടാണ് മന്ത്രിയെ താങ്ങിയെടുത്തത്. മന്ത്രിയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. കുഴഞ്ഞു വീണ സമയത്ത് അല്പസമയം മന്ത്രി അബോധാവസ്ഥയിലായിരുന്നു. എന്നാൽ പിന്നീട് ആംബുലൻസിൽ നടന്നാണ് മന്ത്രി പോയത്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ലെന്നാണ് റിപ്പോർട്ട്. പയ്യന്നൂരിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ച CPIM നേതാവ് വി കുഞ്ഞികൃഷ്ണനെതിരെ പോസ്റ്റർ. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലാണ് പോസ്റ്റർ ഉയർന്നത്. ഒറ്റുകാർക്ക് മാപ്പില്ല, കടക്ക് പുറത്ത് എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. അതേസമയം തന്നെ കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചുള്ള ഫ്ലെക്സുകളും പയ്യന്നൂരിൽ ഉയരുന്നുണ്ട്. അന്നൂരിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട്, ഇനിയും മുന്നോട്ട് എന്ന വാചകങ്ങളുള്ള പോസ്റ്ററുകളാണ് ഉയർന്നത്. VS അച്യുതാനന്ദന്റെ ചിത്രവും ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രോത്സവത്തിനിടെ നടത്തിയ ഭക്തിഗാന പരിപാടിയിൽ ഗണഗീതം പാടിയത് ചോദ്യം ചെയ്ത CPIM നേതാവിന് RSS BJP പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. തിരുവനന്തപുരം പാലോട് ഇലവുപാടത്ത് ഇന്നലെ രാത്രി നടന്ന പരിപാടിക്കിടെയാണ് CPIM പ്രാദേശിക നേതാവിന് മർദ്ദനമേറ്റത്. CPIM ഇലവുംപാടം ബ്രാഞ്ച് സെക്രട്ടറി ഷാൻ ശശിധരനാണ് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഷാനിന്റെ കൈക്ക് പൊട്ടലേൽക്കുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് പവന് 1800 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു. 1,19,320 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 225 രൂപയാണ് വർദ്ധിച്ചത്. 14,915 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അസ്ഥിരത അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്.